ഹായ് ഹലോ സുധ അമ്മു ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ സാന്ത്വനം 2 പുതിയ പ്രൊമോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ജീവനോട് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ജീവൻ അങ്ങ് പോയി. ജീവൻ പോയി കഴിഞ്ഞപ്പോൾ മിത്ര ചോദിച്ചു, വല്ല പ്രശ്നമൊന്നും ഇല്ലല്ലോ? അനുവിനോട് ചോദിക്കുക, ഇല്ല എന്ത് പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ലെന്ന്. അതെ, ഒരു പ്രശ്നമില്ല മിത്രേച്ചി, എന്ത് പ്രശ്നം? ഞാനിത് പറഞ്ഞിട്ടില്ലെങ്കിലാണ് പ്രശ്നം ഉണ്ടാവുക എന്നറിയാം. എന്ത് വിചാരിക്കും? അലോകിൻ്റെ സ്വഭാവമല്ലേ, അവൻ കല്യാണം മുടക്കാനായിട്ട് പലതും ചെയ്യുമെന്ന് പറഞ്ഞ് മീനാക്ഷി പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ മുടക്കാൻ അവൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവനെ ജീവനോട് വെച്ചേക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് അനു പറയുക, എല്ലാം പേടിയുണ്ടെന്ന് പറഞ്ഞു. എന്തിന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ധൈര്യമായിട്ടിരിക്കണം, ഞങ്ങളൊക്കെ കൂടെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് അനുവിനെ സമാധാനിപ്പിക്കുക കേട്ടോ. അങ്ങനെ സമാധാനിച്ച് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ മുമ്പില്ലാത്ത ഒരു ധൈര്യം അനുവിന് ഉണ്ടായി, മനസ്സിൽ എന്തോ ഒരു ധൈര്യം ഉണ്ടായി. ഇനിയിപ്പോൾ കള്ളത്തരം മറച്ചു വെച്ചിട്ട് ജീവിതത്തിലേക്ക് കയറി എന്നുള്ള ഒരു ചിന്ത വേണ്ടല്ലോ, ധൈര്യപൂർവ്വം അപ്പം ധൈര്യപൂർവ്വം അനിയൻ ജീവൻ്റെ മുന്നിൽ നിൽക്കുകയാണ് ചെയ്യുക. ആ സമയത്താണ് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു അലോക്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക. ഈ അലോകിനെ കൊണ്ട് മടുക്കുള്ളൂല. ഇതിന് ഇഷ്ടമില്ലാത്തവരുടെ അടുത്തേക്ക് പോകണം എന്തിനാലെ കൂട്ടുകാരെ? നിങ്ങൾക്ക് എന്താ അഭിപ്രായം അലോകിനെ കുറിച്ചൊന്ന് പറയണേ, കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. അവരുടെ വിവാഹം എങ്ങനെ മുടക്കുമെന്നും പറഞ്ഞ് അലോക് തൻ്റെ ഫ്രണ്ടിനെ കാണാനായിട്ട് ഓടിച്ചില്ല പോകുന്ന ഫ്രണ്ട് കണ്ട് സംസാരിക്കുന്ന സമയത്ത് അലോക് കല്യാണത്തെക്കുറിച്ച് പറയുക. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? ഞാൻ അവളെ സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിച്ചു. എല്ലാ രീതിയിലും അവളെ കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ അവളെ ഉപേക്ഷിക്കാനാ പ്രശ്നമല്ലായിരുന്നു. പക്ഷേ അത് നടന്നില്ല എൻ്റെ പ്ലാൻ. അലോക് പറയണേ കൂട്ടുകാരനോട്, ഞാനും പദ്ധതിയൊന്നും നടന്നില്ല. ഇപ്പോഴത്തെ അവളുടെ വിവാഹം നടക്കാൻ പോകുന്നു. പക്ഷേ ഈ വിവാഹം എങ്ങനെ മുടക്കിയിട്ട് എനിക്ക് അവളെ സ്വന്തമാക്കിയേ മതിയാവുള്ളൂ എന്ന് അലോക് പറയാം. അപ്പോഴേക്കും ഫ്രണ്ട് പറഞ്ഞു, എടാ നീ എന്താ പറയണേ? അങ്ങനെയൊക്കെ നടക്കുമോ? അതിന് അവളുടെ വീട്ടുകാർ സമ്മതിപ്പിക്കുമോ? അവളുടെ ആങ്ങളമാർ വെറുതെ ഇരിക്കുമോ എന്ന് ചോദിച്ചു. കൂട്ടുകാരന് ബോധമുണ്ട് കേട്ടോ കൂട്ടുകാരെ, ഇവനാണ് ബോധമില്ലാത്തത്. എടാ എന്തൊക്കെ സംഭവിച്ചാലും പറഞ്ഞാൽ ഈ ലോകം ഈ ഒരു തീരുമാനം എടുത്തത് തന്നെയാണ്. അലോക് തീരുമാനം എടുത്തു തന്നെയാണ്. ഉറപ്പായിട്ടും അവളുടെ വിവാഹം ഞാൻ മുടക്കും. ആ ചെക്കൻ്റെ വീട്ടിൽ ചെന്ന് ഞാൻ കാര്യങ്ങളൊക്കെ പറയും. എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടായിരിക്കും ഇനി ഞാൻ എല്ലാം കാണിക്കാനായിട്ട് പോകുന്നതെന്ന്. ഫോട്ടോയൊക്കെ എടുത്തത് കാണിക്കുമെന്നാണ് ഈ പറയുന്നത്. ഒരു കാരണവശാലും വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് അലോക് പറയാം. അലോക് ആരാന്ന് അറിയിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരനോട് വലിയ വീമ്പിളക്കുക. ദേവമംഗളക്കാരെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഭയങ്കര ആത്മവിശ്വാസത്തോടു കൂടിയ ഏറ്റവും വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ അലോക് നടത്തുന്നത്. അലോകിൻ്റെ വിചാരം ചെക്കനെ കണ്ട് സംസാരിക്കുകയാണെങ്കിൽ ആ കല്യാണം അങ്ങ് മുടങ്ങി പോകുമല്ലോ എന്നാണ്. അല്ലെങ്കിലും ചെക്കൻ്റെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചാൽ മതി. പക്ഷേ അനു ഈ കാര്യങ്ങളൊക്കെ നേരത്തെ തുറന്നു പറഞ്ഞിട്ടുണ്ടെന്ന കാര്യങ്ങളൊന്നും അലോകിനെ അറിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അനൂപ് അറിയുകയും ചെയ്തു. ഏതെങ്കിലും വേഗത്തിൽ അവൻ ചിലപ്പോൾ ജീവനെ കാണാൻ വരും, സ്വാധീനിക്കാനും ശ്രമിക്കും, ഈ കല്യാണം മുടക്കാൻ ശ്രമിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ജീവനോട് ഇത് മുന്നേറെ പറഞ്ഞിട്ടുണ്ട് അലോക് വരും കല്യാണം മുടക്കാൻ. അതൊക്കെ ജീവൻ അറിയാവുന്ന കാര്യമായിരുന്നല്ലോ. ഈ സമയം ബാലൻ ഭയങ്കര സന്തോഷത്തിലാണ്. എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് ജീവനും മനസ്സിലായല്ലോ അലോകിൻ്റെ സ്വഭാവം ഇങ്ങനെയുള്ളതാണെന്നൊക്കെ. ഭയങ്കര സന്തോഷത്തിൽ ആ കല്യാണക്കുറിയൊക്കെ ബാലൻ അടിച്ചുകൊണ്ടിരുന്നിട്ടും ഈ മാസം തന്നെ നടത്താനല്ലോ കാര്യങ്ങളൊക്കെ വേഗം നടത്തണേ. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഓട്ടപ്പച്ചിലിനാണ് ബാലൻ. അങ്ങനെ ബാലൻ പോയി കല്യാണക്കുറിയൊക്കെ സെലക്ട് ചെയ്ത് കല്യാണക്കുറിയായിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഗോമതിയെ കൊണ്ട് കാണിക്കുക. എങ്ങനെയുണ്ട് ഗോമതി, ഇത് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുക. അങ്ങനെ ഗോമതി ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഗോമതി പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടു ബാലേട്ടാ, നല്ല ഭംഗിയുണ്ടെന്ന്. ബാലൻ തിരഞ്ഞെടുക്കണമല്ലേ, ഭംഗിയില്ലാതിരിക്കുക ഉണ്ടെന്ന് പറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അപ്പോൾ തന്നെ നമുക്ക് ഫിക്സ് ചെയ്യാം, ഒരു കുറി പറയുകയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ എന്ത് ചെയ്യും ബാലനെ. അങ്ങനെ കുറേ കല്യാണക്കുറി ഒരു മാസത്തിനുള്ളിൽ ആയതുകൊണ്ട് എത്രയും പെട്ടെന്നല്ലേ കുറികളൊക്കെ എടുത്ത് കാര്യങ്ങളൊക്കെ നടക്കണം. കുറി അടിപ്പിക്കണം, പല കാര്യങ്ങളുണ്ട്, ഒരുക്കളും നടത്തുകയാണ്. അങ്ങനെ കല്യാണക്കുറി അടിച്ച് കിട്ടി കഴിഞ്ഞപ്പോൾ ആദ്യത്തെ കല്യാണക്കുറി കൊണ്ടുവന്ന് ബഹുമതി ഇന്ദിരാമ്മയ്ക്ക് കൊടുക്കുക.
ഗോമതി കൊണ്ടുപോയി അമ്മൂന് കൊടുക്കുക. അങ്ങനെ ഇന്ദിര കല്യാണക്കുറി എല്ലാം കാണിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇന്ദിരാമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഇന്ദിരമ്മ പറഞ്ഞു നല്ല അധികം ഗംഭീരമായിട്ട് തന്നെ വേണം കല്യാണം എന്നൊക്കെ പറയുകയാണ്. ഞാൻ ഉറപ്പായിട്ടും ഞാൻ അനുവിൻ്റെ വിവാഹത്തിന് വന്നിരിക്കുന്നു അമ്മ പറയുക. ഗോമതി പറഞ്ഞു എനിക്ക് പേടിയുണ്ട് അമ്മേ, ഈ ലോകം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബാലൻ പിന്നെ വെറുതെ ഇരിക്കില്ല, ഇത് നാളത്തെ പോലെയല്ല ആയിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇന്ദിരാമ്മ പറഞ്ഞു അതൊന്നും ഓർക്കണ്ട, ഭയപ്പെടണ്ട, ഞാൻ എല്ലാം ശരിയായിട്ട് പൊക്കോ എന്ന് പറഞ്ഞു. അവൻ ഒരു കാരണവശാലും വിവാഹം കൊടുക്കാൻ വരില്ല എന്നൊക്കെ അമ്മ പറഞ്ഞ് ഉറപ്പ് കൊടുക്കുക. ഗോമതി പറഞ്ഞു അങ്ങനെ എനിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഗോമതി ആരാണെന്ന് അവരറിയും, ശരിക്കും എൻ്റെ സ്വഭാവം അറിയും എന്നൊക്കെ പറഞ്ഞ്. കാരണം എനിക്ക് അനുവിന് അന്ന് നല്ലൊരു ആലോചനയാണെന്നൊക്കെ പറഞ്ഞ് പിന്നീട് ചെറുക്കൻ്റെ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അമ്മയ്ക്ക് ഫോട്ടോ കാണിച്ചു കൊടുത്തു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇന്ദിരാമ്മ പറയും അവൻ കൊള്ളാലോ, നല്ല ഭംഗിയുണ്ട് ചെക്കനെ കാണാൻ, ചെക്കനെ കാണാൻ മാത്രമല്ല അവരുടെ കുടുംബക്കാരും നല്ലതാണെന്നൊക്കെ പറഞ്ഞ്. ചെക്കന് ജോലിയുണ്ട്, അതുപോലെ തന്നെ വീട്ടുകാരാണെങ്കിലും അച്ഛനും അമ്മയാണെങ്കിലും ഒക്കെ നല്ല സ്വഭാവം എന്നൊക്കെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ സ്വഭാവം നല്ലതെന്ന് ഇന്ദിരാമ്മയോട് പറയും. ഇത് കേട്ടപ്പോൾ കഴിഞ്ഞു പോയതൊന്നും ഇന്ദിരാമ്മയ്ക്ക് സമാധാനമായി. ഇത് വേഗം ഒന്ന് കല്യാണം കഴിഞ്ഞാൽ മതി എന്നാണ് ഇന്ദിരാമ്മ ഇപ്പോൾ ഓർക്കണം. പിന്നീട് ഇന്ദിരാമ്മയ്ക്ക് വീട്ടിലേക്ക് വന്നിട്ട് ആലോകനെ വിളിച്ചിട്ട് ആ കാര്യങ്ങൾ പറയുകയാണ്. എടാ അനുവിൻ്റെ കല്യാണം നിനക്കറിയാലോ, ഇതെങ്ങാനും മുടക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു സമാധാനം വീട്ടിൽ കിട്ടില്ല എന്നൊക്കെ എന്ന് പറഞ്ഞാലും പിന്നെ നീ ഈ വീടിൻ്റെ പുറത്തായിരിക്കും ഇതൊക്കെ പറയുക. ഈ അവസാനത്തെ വാക്കുകളാണ്. ഇതെങ്ങും ധിക്കരിക്കാതെ ഉണ്ടല്ലോ എന്ന് പറയുക അമ്മ. താക്കീത് കൊടുക്കുക. പക്ഷേ അലോക അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, കൂട്ടാക്കിയിട്ടില്ല. അലോക അപ്പോൾ ഇന്ദിരാമ്മയുടെ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് മുറിയിലേക്ക് അലോക. ദേഷ്യത്തിന് സങ്കടം സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ രാജശ്രീ വന്നു. രാജശ്രീ വന്നിട്ട് അലോകിനോട് ചോദിക്കുക, എടാ നീ എന്നെ എങ്ങനെ ഇരിക്കുന്ന കാര്യമുണ്ട്, ഇന്ന് അധികം വൈകാതെ അവരുടെ വിവാഹം നടക്കണം, അപ്പോൾ നീ എന്താ ചെയ്യണേ, ഇതെന്നെ ഇങ്ങനെ നീ ഇരിക്കണേ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്ന് പറയാം അമ്മ ധൈര്യമായിട്ട് ഇരിക്കും, വിവാഹം ഞാനൊക്കെ മുടക്കിക്കോളാം, നടന്നതൊന്നുമില്ല, വിവാഹം നടക്കുകയൊന്നുമില്ല, എന്താ ഈ പറയണേ, ഞാൻ അവളെ കല്യാണം കഴിക്കുള്ളൂ എന്നൊക്കെ. ഒരു വിവാഹം മുടക്കാൻ അവൻ ജീവനെ കാണാൻ തന്നെ തീരുമാനിക്കുക കേട്ടോ. കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ ഇരുന്നപ്പോഴാണ് തീരുമാനം ചിന്തിപ്പിച്ചു. പക്ഷേ ഈ പറയുന്ന അലോകിനെ അറിയില്ലല്ലോ ജീവൻ്റെ അടുത്ത് ഇവൾ ചെന്ന് എല്ലാം പറഞ്ഞിട്ടുണ്ട്, അവിടെ ചെന്ന് നാണം കെടുകയുള്ളൂ എന്ന്. അങ്ങനെ കഥകളൊക്കെ കാണാൻ കല്യാണം മുടക്കാൻ ചെല്ലുന്ന അലോക് നല്ല ഇടിവിട്ട് പണി ജീവൻ കൊടുക്കുന്നുണ്ടോ. അപ്പം കല്യാണം മുടക്കാൻ ചെന്നപ്പോൾ ജീവനറിയാലോ, ജീവൻ പറയാണ് ഇത് ജീവനറിയാമെന്നുള്ള കാര്യമൊന്നും ഇവനറിയില്ലല്ലോ, അലോകിനറിയില്ലല്ലോ. ജീവനടുത്ത് ചെന്നിട്ട് നാണം കെട്ട തിരിയാൻ പേരുള്ളൂ എന്നുള്ള. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ കാണാം നമുക്ക് ഇനി വരും ഇതിൽ. അലോകിൻ്റെ അടുത്ത് ജീവൻ ചെല്ലുന്നതും ജീവൻ കളിയാക്കുന്നതും അങ്ങനെയുള്ള എപ്പിസോഡുകളാണ് വരുന്ന നാളുകളിൽ പോകുന്നത്. ഈ അലോകിന് എണ്ണത്തിൻ്റെ കേടല്ലേ കൂട്ടുകാരെ. എന്താണെങ്കിലും എന്ത് അഭിപ്രായമാണെങ്കിലും കമൻറ്റ് ബോക്സിൽ ഇടണം. എല്ലാ കൂട്ടുകാർക്കും വരും എപ്പിസോഡുകൾ കണ്ടാസ്വദിക്കാനുള്ള അവസരമുണ്ട്. ഒരിക്കൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ലൈക്ക് ഇടാൻ മറക്കരുത്. പുതിയതായിട്ട് കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ആ ബെൽ ബട്ടണും കൂടെ അമർത്തിയാൽ എൻ്റെ എല്ലാ ഇതും നിങ്ങളിൽ എത്തിച്ചേരുന്നതാണ്. ഹൈപ്പും ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.